ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷു ആയിട്ട് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ വിഷുവിൻ്റെ തലേന്നാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നത്. അതിന് മുന്നേ ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റില്ല, അപ്പോഴേക്കും നല്ല തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ കൽപ്പറ്റയുള്ള എസ് ഭാരതിലേക്ക് വന്നു. അവിടെ വന്നിട്ട് നല്ല സെലക്ഷനൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. ആകെ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. അപ്പോൾ അതിട്ട് നോക്കിയപ്പോഴോ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ചേരുന്നുമില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞേച്ചി ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, അവൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ ടോപ്പ് നോക്കി. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇട്ട് നോക്കാൻ പറഞ്ഞു. അവളും ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്താക്കുന്ന അല്ലുട്ടിക്കും തങ്കൂനും എടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഇവർക്ക് എടുക്കാനുള്ളത് വേണ്ടിയിട്ട് അവിടുത്തെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ, മക്കളുടെ സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ അതിലിങ്ങനെ കുറേ നോക്കിയപ്പോൾ ഒരു ടീഷർട്ട് പോലത്തെയും പിന്നെ ഒരു ലൂസ് ഫിറ്റ് വേണ്ടും കിട്ടി. അവൾക്കതാ വേണ്ടതെന്നാണ് പറഞ്ഞത്, ജീൻസും ടോപ്പും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങളെന്നാൽ അത് ട്രയൽ ചെയ്ത് നോക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് പോയി. പക്ഷേ അത് ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാണാൻ രസമുണ്ട്, നല്ല രസമായിരുന്നു. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ ഒട്ടും ചേർച്ചില്ല. അപ്പോൾ എന്താ പറയുക, ഒന്നും എടുക്കാൻ തന്നെ തോന്നിയില്ല. തങ്കൂട്ടനൊന്നും വേണ്ട പറഞ്ഞു. വേറെ കുറേ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ, പക്ഷെ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇട്ടത് നമ്മൾ ഉദ്ദേശിച്ച ഒരു മോഡൽ നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും വെറും കൈയോടെ ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സ്കേർട്ടും ടോപ്പ് കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ മഹാറാണിയിലേക്കാണ് കേട്ടോ വന്നത്. കൽപ്പറ്റയുള്ള മഹാറാണിയിലേക്ക് വന്നു. അവിടെ എന്താ സ്ഥിതി നോക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് കുറേ മുകളിലത്തെ ഫ്ലോറിലാണെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിൽ കയറി അവിടെ എത്തി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഡ്രസ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ നല്ല തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അടിപൊളി ഡ്രസ്സ് തന്നെ കിട്ടിയിട്ടോ. നല്ല സെലക്ഷനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എസ് ഭാരതിനേക്കാളും നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ അവിടെ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിരുന്നതാണ് കുറച്ച് നേരം. ഭയങ്കര വെയിലാണല്ലോ പുറത്ത്. അപ്പം ഞങ്ങളൊരു ഉച്ച ടൈമും ആയിട്ടുണ്ടായിരുന്നു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ. ഇനിയും കുറേ ട്രൈ ഇതാക്കാനുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വേണ്ടത് കിട്ടി, വിഷുവിന് അന്ന് ഇടാനുള്ള ഡ്രസ്സൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ മുന്നിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ടോ. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു, ഉച്ച ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു ഹാഫ് മന്തിയും അതുപോലെ കുഞ്ഞിച്ചേരി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞങ്ങൾ അത് കഴിച്ചു. അപ്പോൾ മന്തി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മന്തി നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി അതുപോലെ തന്നെ നല്ലതായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക ടേസ്റ്റായിട്ട് തോന്നി. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ താഴെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ അവിടെ ഒരു ബോട്ടിൽ കണ്ടു. അപ്പോൾ അവിടെ കയറി ടോപ്പുകളുണ്ടോ നോക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കയറിയിട്ട് അവിടെ അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അവിടെ നിന്ന് എടുക്കേണ്ടതൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഇനി ബസ്സിൽ കയറിയിട്ടോ. ബസ് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഞങ്ങളെ ഓരോരോ കോപ്രായങ്ങളാണ് ഇട്ടത്. അങ്ങനെ ഞങ്ങൾ ഇനി പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട്, കണി ഒരുക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വിഷുവിൻ്റെ തലേന്നായതുകൊണ്ട് തന്നെ എന്താ പറയുക ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഡ്രസ്സ് കൊടുക്കാൻ പോയത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. രാത്രിയായി എല്ലാം കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ നമ്മുടെ പടക്കം പൊട്ടിക്കൽ അതുപോലെ തന്നെ പൂക്കുറ്റി പൂത്തിരി എല്ലാം അങ്ങനത്തെ ഒരു കലാമേളയാണല്ലോ ഇനി. അപ്പോൾ അതൊക്കെ കത്തിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ. അത് പടക്കം പൊട്ടിച്ചതാണ് കേട്ടോ. ചുറ്റി കളിക്ക് കറക്ക് കറക്ക്. ഇവന് പൂത്തിരി കത്തിക്കാൻ കത്തിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ആന്റി കിച്ചുവിന്റെ നല്ലോണം കിട്ടും, പോയിക്കോ. അല്ല ഞാൻ വീഡിയോ എടുക്കുക, ഞാൻ ആന്റിക്ക് ഒരു ഫോട്ടോ ഇവിടെ നിൽക്കുക. ആന്റി ഇവിടെ ഞാൻ ഒരു ഫോട്ടോ എടുത്തരാം. ഇത് കൊടുക്കും, ഇത് കൊടുക്കും. അല്ലേനെ അങ്ങോട്ട് മാറിക്കുക. അവിടുത്തെ വലിച്ചിട്ടപ്പോ എന്താ കുഴപ്പം? അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഹാപ്പി വിഷു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.